ഭാരതത്തിന് പുറത്തും യോഗയ്ക്കായി ജീവിതം സമർപ്പിച്ചവർ ഏറെയുണ്ട്. അറബ് ലോകത്ത് യോഗയുടെ പാതയിൽ സഞ്ചരിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിൽ. യോഗ ആചാര്യന്മാരുടെയും യോഗികളുടെയും ഒരു കൂട്ടായ്മയാണിത്. പരസ്പരം യോഗയെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവെക്കുകയാണ് ഈ സംഘം. ഭാരതം ലോകത്തിന് സമ്മാനിച്ച അമൂല്യ സംഭാവനയാണ് യോഗ. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ഉണർത്തുന്ന ജീവിതശൈലി. 5000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഋഷിവര്യന്മാരാണ് ശരീരത്തെയും മനസ്സിനെയും സമചിത്തതയോടെ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന യോഗാമുറകൾ ചിട്ടപ്പെടുത്തിയെടുത്തത്. കാലങ്ങൾക്കിപ്പുറം പുതുതലമുറയിലെ ആളുകൾ യോഗയുടെ പ്രാധാന്യം തിരിച്ചറിയുകയും അത് ജീവിതശൈലിയുടെ ഭാഗമായി കൂടെ കൂട്ടാനും തയ്യാറാവുന്നുണ്ട്. അറബ് ലോകത്ത് യോഗയുടെ പാതയിൽ സഞ്ചരിക്കുന്നവരുടെ കൂട്ടായ്മയാണ് അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിൽ. യോഗ ഗുരുക്കന്മാരുടെയും യോഗികളുടെയും കൂട്ടായ്മ. അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിൽ എന്നാണ് ഫുൾ വരുന്നത്. അപ്പോൾ ഈ അറബ് റീജിയനിലെ എല്ലാ യോഗ ഗുരുക്കന്മാരുടെയും യോഗികളുടെയും ഒരു കൂട്ടായ്മയാണിത്. ഓക്കെ, ഇത് 2019 സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അംഗങ്ങളാണ്, യോഗ ഗുരുക്കന്മാർ ഉണ്ട്. അവരുടെയൊക്കെ നോളജ് പരസ്പരം ഷെയർ ചെയ്യലാണ് നമ്മുടെ ഒരു ഉദ്ദേശം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരസ്പരം നോളജ് ഷെയർ ചെയ്യുമ്പോൾ അവർ ക്ലാസ് എടുക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് ആ നോളജ് എല്ലാം കിട്ടുകയാണ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറബ് റീജിയൻ്റെ ഒരു കൂട്ടായ്മയാണെങ്കിൽ തന്നെ ഇത് വേൾഡ് വൈഡ് ഇപ്പോൾ വളരെ അറിയപ്പെടുന്നൊരു സംഘടനയായിട്ട് മാറി. 2019 ഈ കൂട്ടായ്മയുടെ തുടക്കം. ഈ കൂട്ടായ്മ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു വളരെ കാലങ്ങളുള്ള പ്രയത്നത്തിന് ശേഷം ഉണ്ടായൊരു കാര്യമാണ്. നമ്മൾ കോവിഡിൻ്റെ ടൈമിലാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. ബിക്കോസ് ഡിജിറ്റലി നമ്മളെ കോവിഡ് ടൈംസിൽ ഫോർ വാട്ട് എവർ റീസൺസ് നമ്മളെല്ലാവരെയും ഒറ്റപ്പെടുത്തി വേൾഡ് സംഹാവ് അല്ലേ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമുക്ക് പോകണ്ട. ആ ടൈമിലാണ് നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് വന്നത്. നമ്മൾ ഒരുമിച്ചില്ലെങ്കിൽ വി ഡോണ്ട് എക്സിസ്റ്റ്. ബിക്കോസ് മനുഷ്യരുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു എസെൻസ് എന്താ? ഹാപ്പിനെസ് ഡോസ് എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻസ്. ഓക്കെ, ഇത് മോസ്റ്റ് ഓഫ് ദ തിങ്സ് കിട്ടുന്നത് യോഗ എന്നാണ്. എൻഡോർഫിൻസ്, ദ ഹാപ്പി, ഡോപ്പമിൻ എന്ന് വെച്ചാൽ ഹാപ്പിനെസ് വരുന്നത്. മൈൻഡ് ബോഡി യൂണിയൻ വരുമ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ ഹാപ്പിയാണോ. ഈ ഹാപ്പിനെസ് ഡോസ് വളരെ ഇൻറ്റഗ്രൽ ഒരു പാർട്ടാണ് കൂട്ടായ്മ, കണക്ഷൻ വിത്ത് പീപ്പിൾ. അതാണ് നമുക്ക് ആ ടൈമിൽ നഷ്ടപ്പെട്ടത്. അപ്പോഴേക്കും ആൾക്കാർ മനസ്സിലായി നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല. പീപ്പിൾ ആർ ഗോയിങ് ടു ഡിപ്രഷൻ, പീപ്പിൾ ആർ സൂയിസൈഡൽ. അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഗ്രൂപ്പ് സെഷൻസ് സൂമിൽ സ്റ്റാർട്ട് ചെയ്തത്. പ്രായഭേദമന്യുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിലിൽ അംഗങ്ങളാണ്. Community of yoga trainers, certified practitioners, enthusiasts who come together every month and share the knowledge and wisdom of yoga. The objective, the vision and mission of ERIC is to spread the yoga among the community across the cultures and boundaries. We look forward that children, people across all ages, senior citizens and inclusion all become a part of it and become one into the traditional practice of yoga. പരസ്പരം അറിവുകൾ കൈമാറുക എന്നതാണ് അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിലിന്റെ ലക്ഷ്യം. സ്വന്തമായ അറിവുകൾ കൈമാറുന്നതിനൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗ ആചാര്യന്മാരെയും ക്ലാസുകൾ എടുക്കാൻ കൊണ്ടുവരാറുണ്ട്. We as a team, ERIC, Arab Region Yoga Instructor Council, we focus on our mental aspect so that through the teachers we can reach to the bigger community. And our activities mainly conclude Milans. Once a month we invite a very renowned person, very knowledgeable person who can give us the knowledge in the depth of yoga. ഈ കൂട്ടായ്മയിലെ ഓരോ അംഗങ്ങളും കൃത്യമായ ഇടവേളകളിൽ ഒരുമിച്ച് കൂടാറുണ്ട്.
എല്ലാവരും തങ്ങളുടെ അറിവുകൾ പങ്കുവെക്കുകയും അതുവഴി യോഗയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും സാധിക്കുന്നു. Of course, there are different schools of yoga is coming together, and we exchange our way of our principles, our different ways of pranayams, you can say yoga, and we enhance our knowledge. So there's a very good platform for all the yoga instructors to come together and exchange our knowledge. And we can always, sometimes when we are teacher, we don't do our practice or we don't enhance our knowledge. So it is very important that all the yoga instructors come together, enhance their knowledge, and continue their practice too, and their sadhana also. ഒരു മഹത്തായ ലക്ഷ്യമാണ് അരക്കിനെ മുന്നോട്ട് നയിക്കുന്നത്. ഓരോ അംഗങ്ങളും ആർജിച്ചെടുക്കുന്ന അറിവുകൾ സമൂഹത്തിലേക്ക് പകരുക. തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് ഇവർ ക്ലാസുകൾ എടുക്കാറുണ്ട്. Our aim is to reach to the community through the instructors. We are not able to go directly to the masses. So therefore we go through the yoga instructors who are taking classes. So we empower them, we enhance their knowledge, we ensure that their knowledge is updated, and therefore it gets nicely spread across the region. രാജ്യാന്തര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്ന ഭൂരിഭാഗം പരിപാടികളിലും യോഗ പ്രദർശനം അവതരിപ്പിക്കുന്നത് അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിലിലെ അംഗങ്ങളാണ്. അതെ, ഈ 2019 മുതലാണ് ആരക്ക് ഈ റീജിയനിൽ കുറച്ച് കാര്യമായ പ്രാക്ടീസിലേക്ക് ഇറങ്ങി തുടങ്ങുന്നത്. അതിൻ്റെ കാരണം തന്നെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയ്ക്ക് അപ്പുറത്തേക്ക് ഈ ഒരു അറിവ് വിവിധ രാജ്യങ്ങളിലേക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരിലേക്ക് എങ്ങനെ എത്തിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ. ഇപ്പോൾ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ എല്ലാ പരിപാടികളും 7 എമിറേറ്റ്സിൽ നടക്കുന്ന പരിപാടികളുടെയും യോഗ പാർട്ട് ചെയ്യുന്നത് അരക്കാണ്. അപ്പം അത് എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു നേട്ടമാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ തനത് അറിവ് അതേ രീതിയിൽ തന്നെ കൊടുക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഗ്രൂപ്പിൽ എല്ലാ മാസവും ഒരു മിലൻ എന്നുള്ള രീതിയിലൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ആ മിലൻ എന്ന് പറയുന്നത് ഈ ഒരു മിഡിൽ ഈസ്റ്റ് ഏരിയകളിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള യോഗയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡേഴ്സും അവരെയൊക്കെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു വിഷയത്തിനെ പറ്റി ഒരു 2 മണിക്കൂർ പ്രത്യേക ചർച്ചകളും അതിനോടനുബന്ധിച്ചുള്ള വർക്ക്ഷോപ്പുകളും നടത്തി ആ മാസത്തിൽ ഒരിക്കൽ ഈ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒരു മിലനുണ്ട്. ആ മിലനിൽ നിന്നാണ് നമുക്കിതിനുള്ള ഊർജ്ജം കിട്ടുന്നത്. ആ ഒരു ടീമാണ് ഇൻ്റർനാഷണൽ യോഗ ഡേ ഇത്ര നല്ല രീതിയിൽ സക്സസ് ആവാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം നിരവധി പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ കൂട്ടായ്മ. സത്യത്തിൽ നമുക്കൊരു എക്സ്ട്രാ ഒരു എന്തൂസിയാസം ഉണ്ടാകുകയാണ് ചെയ്തത്. കാരണം ഇത്രയും നല്ലൊരു കുറച്ച് ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു, ഇവരോടൊപ്പം യോഗ ചെയ്യാൻ സാധിച്ചു, നമുക്കറിയാത്ത കാര്യങ്ങൾ ഇവരിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിച്ചു. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു അനുഭവമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ കൂട്ടായ്മ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. തങ്ങളുടെ കാഴ്ചപ്പാടുകളും അറിവുകളും കൂടുതൽ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരാനായെന്ന് ഓരോരുത്തരും പറയുന്നു. The best part about ARIC is that it really ensures in professional development and collaborations between yoga instructors, bringing them on one platform and creating a community which is more propelling in one direction towards together. ARICനെ പറ്റി മനസ്സിലാക്കി നിരവധി പേരാണ് പുതിയ അംഗങ്ങളായി പ്രവർത്തിക്കാൻ എത്തുന്നത്. I'm connected with ARIC for almost 6 to 8 years now, and we are continuously working for the people around in UAE, and ARIC is mostly connected all the yoga teachers in UAE, so we call Arab Region Yoga Instructor Council. So we conduct different seminars, we conduct different kind of workshops mostly for the yoga instructor and the yoga lovers. യോഗ ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ നേട്ടങ്ങളെക്കുറിച്ചും ലോകമെങ്ങും അവബോധം വളർത്തുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ അറബ് റീജിയൻ യോഗ ഇൻസ്ട്രക്ടേഴ്സ് കൗൺസിലിന്റെ പ്രവർത്തനങ്ങൾ തുടരുകയാണ്.